നമസ്കാരം, എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, നാളെ കൂലി ഡേ. എത്ര കാലായി കാത്തിരിക്കുന്നു. സത്യം. നാളെ രാവിലെ എന്താ പൊളിക്കൂല നമ്മള്. പിന്നല്ല, സത്യമായിട്ട് പറയാ, എന്താന്നറിഞ്ഞൂടാ, ഭയങ്കര ടെൻഷൻ. എല്ലാ പടത്തിനും പോകുമ്പോ ഉള്ളതാണല്ലോ. നല്ല ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച സിനിമ ഏതാ? ഒറ്റടി ഉത്തരം പറയും. തുടരും. ഞാൻ കണ്ടോണ്ടിരുന്നല്ല അത്. കാരണം അതിനു മുന്നേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എല്ലാം കൂടി ആയിട്ടേ. പക്ഷെ ഞാൻ ഫുൾ എൻജോയ്. എനിക്ക് 2 കോപ്പാണ്, എന്തും ആയിക്കോട്ടെ. ഞാൻ പാട്ടത്തിന്റെ ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പച്ച വെള്ളം പോലും ഇറക്കുന്നില്ല. അങ്ങനെ എന്താണ് പടം ഗംഭീരമായിട്ട് പോകുന്നുണ്ടെങ്കിലേ ഇനി എങ്ങാനും കഴിയുന്നു എന്നുള്ള പേടിയായിരുന്നു. അത് ഈ ഭാഗം വേദനിച്ചിരിക്കും, ടെൻഷൻ അടിച്ചിട്ട്. എനിക്കാണെങ്കിൽ ഒട്ടുക്കത്ത പനിയും. ദൈവമേ, ഓർക്കാൻ വയ്യാന്ന്. പക്ഷെ പനിയൊക്കെ ഞാൻ പിന്നെ മറന്നിട്ടല്ലോ. പാട്ടത്തിന്റെ നമ്മുടെ റിവ്യൂവിന്റെ സമയമൊക്കെ ആകുമ്പോ ഞങ്ങള് ഭയങ്കര വൈബിലാ. തിരിച്ചു വരുമ്പോ ടാബ്ലറ്റും മേടിച്ച ഓർമ്മ. അതെ, അത്രക്കും പുറത്തമിട്ടുമായിരുന്നു. എന്തായാലും പക്ഷെ ഭയങ്കര, അതായത് വയ്യായെങ്കിലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ, എന്താണെങ്കിലും അതുപോലെ പറ്റുമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ടെൻഷൻ ഒന്നുമില്ല കേട്ടോ. സത്യം കേട്ടോ, എനിക്ക് അങ്ങനത്തെ സാധനമില്ല. എനിക്കുണ്ട്. എന്താണെങ്കിലും കാത്തിരിക്കാം. അല്ല, നാളെ തുടങ്ങാം. ഇനി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ അപ്പൊ ഇന്ന് ഉറങ്ങാൻ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ ഉറങ്ങും. 4 മണിക്ക് എണീക്കേണ്ടതാണ്. അതെ, 4 മണിക്ക് എണീക്കുന്നല്ല, 4 മണിക്ക് ഇവിടുന്ന് പോണം. അപ്പൊ 3 മണിക്ക് എണീക്കണം. അതെ, 4 മണിക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് ഇറങ്ങണം. മഞ്ചേരിയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 6 മണിക്ക് ഇവിടെ ഒന്നും ഇല്ല. എത്ര ദൂരം ഉണ്ടെന്നറിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിഴിയിലേക്ക് കിടക്കാം. ഓക്കെ, ഗാലറി നമുക്ക് എതിരായി തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മൾ മത്സരം മാറ്റുന്നു. മത്സരം ഇടക്കിടക്ക് നിർത്തി ഇടക്ക്, അതായത് കമൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. പിന്നെ നമുക്ക് വൈബ് വരുമ്പോൾ പിന്നെയും മത്സരം തുടങ്ങും. ഫസ്റ്റ് വൺ, ഘാട്ടി. അനുഷ്ക ഷെട്ടി നായികയാവുന്ന സിനിമയാണ്. സിനിമയുടെ 25 ദിവസത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. സിനിമ റിലീസിനെത്തുന്നത് സെപ്റ്റംബർ 5-ന്. ഓക്കെ, ക്രിഷ് ജഗർലമുടി സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. വിക്രം പ്രഭുവാണ് നായകൻ. വേറെ ആരെങ്കിലും ഉണ്ടോ? അടുത്തത് തലവര. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15-നാണ് സിനിമ റിലീസിനെത്തുന്നത്. അനിൽകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. അശോകനും. ഓക്കെ, അടുത്ത കിഴി കിസ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5/4 വരും. നമ്മുടെ കവിൻ നായകനാവുന്ന സിനിമയാണ് കേട്ടോ. കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന. അതെ, കവിന് നന്നായിട്ട് കിസ് അടിക്കാൻ അറിയോ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാം. ശരിക്കും ഇതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്നുണ്ടോ? നല്ല കഴിവുള്ളവർ. സെപ്റ്റംബർ 5-ന് സിനിമ റിലീസിനെത്തും. സിനിമയുടെ കഴിഞ്ഞ ദിവസം ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ട്രോളുകളും വരുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് നല്ല അഭിപ്രായമായിട്ട് തോന്നി. പക്ഷെ ഭയങ്കര വയലൻസ് ആണല്ലേ? നല്ല വയലൻസ് ഞാൻ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഹർഷയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. 1 അല്ല 3 2 നായികമാരും 2 നായകന്മാരും. ആരാ വില്ലൻ ആരാ നായകൻ എന്നുള്ളത് ചോദിക്കണ്ടല്ലോ, സ്വാഭാവികം, അറിയാലോ. അല്ല, അങ്ങനെ കണ്ടാൽ തന്നെ ഉറപ്പിക്കും. നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ടി സീരീസ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. വേരിറങ്ങിയ പോസ്റ്റർ. അതെ, കൊള്ളാം, നല്ല സിനിമയാട്ടെ. അതെ, അടുത്ത് മദ്രാസി സിനിമയുടെ എക്സ്റ്റൻഡ് ഗ്ലിംസ് വീഡിയോ കൂലിയുടെ കൂടെ തിയേറ്ററിലുണ്ടാവും കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ? അല്ലെങ്കിലേ ഒരു റൂമറുണ്ട്, ഏത് ശിവകാർത്തികേയൻ കൂലിയിൽ കാമിയായിട്ട് വരുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് പറയുന്നത് ആളുടെ ഈ ഫ്ലാഷ് ബാക്ക് പോർഷൻ അല്ലേ, അത് രജനീകാന്തിന് പകരം ചെയ്യുന്നത് SK ആണെന്നുള്ളത് ഇതിലാണ് പറയുന്നത്.
നമുക്കങ്ങനെ തോന്നുന്നില്ല. അതിന് രജനീകാന്ത് തന്നെ വേണം. പിന്നെ അതിന് എത്രയൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞൊക്കെ നിൽക്കുന്ന ഷോട്ടാണെങ്കിൽ ഓക്കെ. അല്ല സീരിയസ്. അതെ 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 അല്ലേ, തിരിഞ്ഞു നിൽക്കുന്ന ഷോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം അല്ല, ഞാൻ എന്താ ചിരിക്കാൻ അറിയോ, തിരിഞ്ഞു നിൽക്കുന്നതിന് എന്തിനാണ് എസ്കെനെ കൊണ്ടുവരുന്നത്? അല്ല ഇനിയിപ്പോ എസ്കെക്ക് അങ്ങനെ ഒരു ആഗ്രഹം തീർത്തു കൊടുത്തേക്കാന്ന് ലോകേഷ് തീർന്നോട്ടെ, ആ കഴപ്പ് അങ്ങനെ തീരട്ടെ. ഓക്കെ, എന്തായാലും എക്സ്റ്റൻഡ് കാമ്യം ഉണ്ടെങ്കിൽ എന്തായാലും രജനീകാന്തിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒന്നും ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതല്ലാതെ വല്ല സീനും പ്രതീക്ഷിക്കാം. അതെ അതെ ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവം. എന്തല്ലേ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, അതെന്റെ കൂടെ തന്നെ അല്ലേ, എപ്പെടുക്കുമ്പോൾ എനിക്കാണല്ലോ കിട്ടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ശ്രദ്ധിച്ചിട്ടില്ല? ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അതല്ലേ, ഞാൻ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഞാൻ മറ്റേ ശ്രദ്ധിച്ചിട്ടില്ല, മറ്റേതില് ശ്രദ്ധിച്ചു പോയി. അപൂർവത്തില്. ഓക്കെ, ഹൃദയപൂർവ്വ സിനിമയുടെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓഗസ്റ്റ് 28-ന് സിനിമ റിലീസിനെത്തും. ഓണർ റിലീസായിട്ടാണ് വരാൻ പോകുന്നത്. സത്യനന്ദിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ, മാളവിക മോഹനൻ, പിന്നാരാ? സംഗീത് മോഹൻ. സംഗീത് പ്രതാപ്. മോഹൻ എനിക്ക് അറിഞ്ഞൂടാ, അതേത് മോഹനാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സംഗീത് പ്രതാപ്. എടാ അടുത്തത് റാവു ബഹദൂർ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. വെങ്കടേഷ് മാഹയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ പയ്യന്റെ പേര് സത്യദേവാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. അതെ, ഈ ഒരു പോസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് തൊപ്പിയിലും പിന്നെ ഇവിടെയൊക്കെ ഓരോരുത്തർ ഓരോ വലിഞ്ഞു കയറുന്നത് കാണാം. അതെ, നല്ല രസമുള്ളൊരു പോസ്റ്ററാട്ടോ. പോസ്റ്റർ അടിപൊളിയാ. ഓക്കെ, കുറേ അങ്ങ് പോകുന്നു, കുറേ അടി അടിച്ചങ്ങ് പോകുന്നു. ഒരുപാടൊന്നും അടിക്കണ്ട, ഒരൊറ്റ അടി മതി. നല്ല അതായത് ഒന്ന് തികച്ചടിച്ചാൽ മതി. അതൊരു സത്യം. ഓക്കെ, അടുത്തത് ഉസ്താദ് ഭഗത് സിംഗ്. ഇത് നിനക്ക് വേണോടാ? ഒരു അടിക്ക് ഒരു തികച്ചടി, ഒരു തികച്ച അടിൻ്റെ കുറവുണ്ട് സത്യം ഇട്ട് പറയാം. അതായത് നമ്മുടെ തെറി സിനിമയുടെ റീമേക്ക് ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വല്ല ആവശ്യമുണ്ടോ? വേറെ ഏതെങ്കിലുമൊക്കെ തൊട്ടാൽ പോരെ? പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് തൊടുമ്പോൾ ഒരു കരുതും ഇത് ഈസിയാണ്, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അത്ര ഈസി അല്ല എന്ന്, അല്ലേ? അങ്ങനെ എളുപ്പത്തിൽ ആ ഒരു ഓറയും ആ ഒരു സാധനം, ആ ഒരു ഫയർ, അത് വിജയിലേ ഉള്ളൂ. ഓക്കെ, അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതെ അതെ, ആൾറെഡി തീ തുപ്പി വെച്ചിട്ടുള്ള സിനിമ ഏത്, അത് കഥാപാത്രം ആ ഒരു വൈബിലായി ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ, അത് ആൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന സാധനം വെറുതെ തൊട്ടിട്ട് വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട് ഇതേ. ഓക്കെ, അടുത്തത് കൂലി. എന്തല്ലേ കൂലി ഇവനെ കിട്ടുന്നുള്ളില്. ഇപ്പൊ മത്സരം ഇല്ലാത്ത എന്റെ ഭാഗ്യം. ഞാൻ ശ്രദ്ധിക്കും. മറ്റേ ഡയലോഗ് ഏതാന്ന് നിനക്ക് മനസ്സിലായോ? ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞേ. ശരി, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഏടായിട്ടൊന്ന് മെലിഞ്ഞിരുന്നുണ്ട്, നീ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പൊട്ടിങ്ങനെ നീ കേൾക്കും. ഇപ്പൊ എന്തിനു മനസ്സിലാവുന്നുണ്ടോ? കന്നാസും കട്ലാസും എന്നുള്ള കഥ. എന്താണെങ്കിലും ഏടായിട്ട് കുറച്ച് പൊട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് അറിയും. പറ. എന്താണെങ്കിലും നീ കൂലിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുന്നു എനിക്ക് മനസ്സിലായി. നാളെ നോക്കിക്കോട്ടെ, നാളെ റിലീസ് അല്ലേ, മറ്റന്നാൾ മുതൽ ഈ സാധനം എനിക്ക് കിട്ടൂല. ഏറ്റവും വലിയ കോമഡി അതായിരിക്കും. നല്ല അഭിപ്രായമാണെങ്കിൽ എനിക്ക് മതി, ഇല്ലെങ്കിൽ നീ എടുത്തോന്നില്ലേ. അപ്പൊ നീ ഇവന് ടെൻഷനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പൊട്ടിയ ലെവലിലാണല്ലോ സംസാരിക്കുന്നത്. നല്ല അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ. പക്ഷെ പേടിക്കണം, ലോകേഷ് പറഞ്ഞ കേട്ടോ. അതായത് ഞാനാണ് സിനിമ ചെയ്യുന്നത്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റേതാണ്, വീട്ടുകാരെ പറയരുത്. അത് എന്തിനാണ് ഇപ്പൊ പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. തലേദിവസം വന്നിട്ട് പറഞ്ഞത് വളരെ മോശമായി പോയിട്ടോ, പേടിപ്പിച്ചു. സിനിമയുടെ എന്തായാലും പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് നാളെ റിലീസ് ആണെന്നുള്ളത്. അതെ, ഗംഭീര പോസ്റ്റർ കേട്ടോ, അടിപൊളി. പിന്നെ കേരള പ്രീ സെയിൽ വന്നിട്ടുണ്ട് 7.2 CR ഇതുവരെ. ഇനിയും ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മിക്കവാറും അത്യാവശ്യം ഒരു മേ ബി 2 ഡിജിറ്റ് വന്നാൽ അത്ഭുതപ്പെടാൻ കയറാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും പിന്നെ റൈറ്റർ ചന്തു പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് സ്റ്റാൻഡ് അലോൺ മൂവി ആണോ LCU മൂവി ആണോ എന്നുള്ളത് തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ കണ്ടോളാം. ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. LCUലേക്ക് കൊണ്ട് അവസാനിപ്പിക്കൂ സാധ്യത ഒരുപാട് കാണുന്നുണ്ട്. പലരും പലതും പറയുന്നുണ്ട്, കണ്ടെന്നെ അറിയാം.
എന്താണെങ്കിലും ഐ ആം ഡേഞ്ചർ എന്ന് പറയുന്നൊരു ലിറിക്കൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ, നാഗാർജുനന്റെ. യെസ്, ഡേഞ്ചർ ആവട്ടെ, അതും വന്നിട്ടുണ്ട്, ഡേഞ്ചർ ആവട്ടെ. അതെ. ഓക്കെ, പിന്നെ മമ്മൂക്ക വിഷ് അറിയിച്ചിട്ട് ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 50 വർഷത്തിന്റെ കേട്ടോ. അതെ, ശരിക്കും ദേവ, ഒറിജിനൽ ദേവ ഈ ദേവക്ക് വേണ്ടിയിട്ട് അല്ലേ, ദളപതിയിലെ ദേവ ഈ ദേവക്ക് വേണ്ടിയിട്ട്. എന്താണെങ്കിലും നാളെ നാളെ ഒരു ഗംഭീര ഐറ്റം കാണാൻ പറ്റട്ടെ. നാളെ കൂലിയുടെ അടുത്ത കഴി കൂലി. ഖലീഫ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് UK-ൽ. ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്, അടിപൊളി ലൊക്കേഷനൊക്കെയാണ് കേട്ടോ, പൊളിയേ അതെ. പിന്നെ പൃഥ്വിരാജിൻ്റെ ന്യൂ ലുക്കും വന്നിട്ടുണ്ട്, അത് ഖലീഫയ്ക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നേക്കുന്ന പിക്കുകളാണ്. അതെ, എന്തായാലും കൊള്ളാം, രസമുണ്ട് അല്ലേ, ഒരു രസമുണ്ട്. അടുത്തത് എന്തായാലും വൈശാഖ് സാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഖലീഫ. വളരെ പെട്ടെന്ന് തീർക്കി എന്നിട്ട് വരി. വൈശാഖ് സാർ എന്ന് പറയും, വൈശാഖ് നിന്നെ ഞാൻ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചേക്കുന്നത്? നമ്മളാളല്ലേ, പക്ഷെ സാറിനൊക്കെ വിളിക്കണ്ടേ? പക്ഷേ ഏട്ടാ പെട്ടെന്ന് വരി, നമുക്ക് കാണാണ്ടേ, നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ് കുറെ കാര്യങ്ങൾ. എന്താണെങ്കിലും അടുത്തത് ഇൻസ്പെക്ടർ ബൽറാം, പരസ്യചിത്രമാണ്, പേടിക്കണ്ട. എന്താ വാസൻ ബാല ഡയറക്റ്റ് ചെയ്ത പരസ്യചിത്രമാണ് DQ നായകനായിട്ട് വന്നത് കേട്ടോ. അതെ, പലരും സിനിമയാണോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അല്ല. അടുത്ത കിഴി കഴിഞ്ഞില്ല ഇപ്പൊ. അത് മമ്മൂക്കാൻ്റെ ഒരു മെസ്സേജാണ്, മേല ഇങ്ങനത്തെ പരിപാടി തൊലിഞ്ഞ പരിപാടിയോട് ഇറങ്ങിയ മോനൊന്നും നോക്കൂല, അടിച്ച് മോനൊരു ഷേപ്പ് മാറ്റുന്നു. അതിലെങ്ങാനും തൊട്ടാ നിന്റെ കഴിഞ്ഞാ വിട്ടു. സ്പെഷ്യൽ മെസ്സേജ് സത്യം. ആ ക്യാരക്ടറൊക്കെ പക്ഷേ ഈ ലുക്ക് കാണുമ്പോഴേ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഫിറ്റാക്കി കുറച്ചും കൂടി ഒന്ന് ഇതായി വന്നാലേ ഭയങ്കര ഒരു ഗെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ ആൾക്ക് പറ്റും. പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നല്ല കേട്ടോ. ഗെറ്റപ്പിലൊക്കെ പോലീസ് ഗെറ്റപ്പൊക്കെ എനിക്ക് ഈ സല്യൂട്ടൊക്കെ കണ്ടപ്പോൾ ഗെറ്റപ്പ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ദുൽഖറിൻ്റെ അതായത് ബോഡിക്കൊരു ഇത് വേണ്ടേ, അതായത് പോലീസ് ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വൈബ് വേണ്ടേ, അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഫീൽ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. വരുവേ സമയമുണ്ടല്ലോ. അതെ 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 അതെ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എടുത്ത് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. നാളെ കൂലി റിവ്യൂ, പിന്നെ വാർ 2 റിവ്യൂ. ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത് മുതലുള്ള വീഡിയോ ഇട്ട് എങ്ങനെ ഉണ്ടാവും, വ്ളോഗ് ഇട്ട് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പറഞ്ഞോളാം. ഞങ്ങൾ കൂതറകളായതുകൊണ്ട് കൂലി വ്ളോഗ് രാവിലെ കറക്റ്റ് ഇവിടെ പോകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 1.5 മണിക്കൂർ വീഡിയോ ഇടാൻ പറ്റും. പറ്റില്ല, ഒരു 10 മിനിറ്റ് വല്ലതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാം നമുക്ക്. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി നിങ്ങളും ഉറങ്ങാതിരിക്കും. എന്താണെങ്കിലും പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. വഴിക്ക കുറെ ആൾക്കാർ ഉറങ്ങാതെ നിൽക്കുന്നുണ്ടാവാ, കുറെ വട്ടിയൊക്കെ പിടിച്ചിട്ട്. നമ്മൾ ഏത് വഴിയാണ് പോണെന്നുള്ളത് നമ്മൾ പുറത്ത് 2 വഴിയല്ലേ ഉള്ളൂ. അല്ല, വേറെ വഴികളുണ്ട്. ആണാ? അപ്പൊ ചുറ്റണമെന്നൊക്കെ ഉള്ളൂ, നോ പ്രോബ്ലം. 2 മണിക്കൂർ മുമ്പിലുണ്ടല്ലോ നമ്മുടെ. ചുറ്റിക്കാൻ തന്നെയാണ് തീരുമാനം. അവരുടെ അടി കിട്ടുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരു 5 കിലോമീറ്റർ അടി കിട്ടി ചുറ്റുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചുറ്റുന്നതാണ്. അതെ അതെ, 5 കിലോമീറ്റർ ചുറ്റുന്നതാണ്. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.